ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഏജു പോർട്ടിന്റെ മുമ്പിലാണ്. ഇന്ന് നമ്മുടെ വിക്ടറി ഡേ ആണ്. അപ്പോൾ നമുക്ക് വിക്ടറി ഡേയുടെ കാഴ്ചകളുമായി കാണാം. അപ്പോൾ NIT കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഏജു പോർട്ടിലേക്ക് പോകുന്ന ദിവസമാണ് ഇന്ന്. സോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഫാക്കൾട്ടീസിനെയും മറ്റുമൊക്കെ കാണാനും അതുപോലെ പഠിപ്പിച്ച മെൻറ്റേഴ്സ് അതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേരൊക്കെ വാർഡൻ അങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും കാണാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇതാണ് എജു പോർട്ടിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പഠിച്ച ക്യാമ്പസ് അല്ല, ഞാൻ ഫറൂഖിലാണ് പഠിച്ചത്. ഇത് എജു പോർട്ടിൻ്റെ ഇങ്കല മെയിൻ ക്യാമ്പസാണ് മലപ്പുറത്തുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ JEUടെയും അതുപോലെ നീറ്റിൻ്റെയും അതുപോലെ CUETയുടെ മറ്റുമൊക്കെ ആയിട്ടുള്ള നല്ല റാങ്ക് സെക്യൂർ ചെയ്തിട്ട് അടിപൊളി കോളേജുകളിൽ കയറിയിട്ടുള്ള കുട്ടികളുടെ സക്സസ് സെലിബ്രേഷൻ അതുപോലെ വിക്ടറി ഡേയും കൂടിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കയറാമല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ നീറ്റിൽ നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്തിട്ടുള്ള നാജിയ നസ്രീൻ ഉണ്ട്. ഹലോ, കൺഗ്രാജുലേഷൻസ്. പിന്നെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ. അപ്പോൾ നമ്മൾ ക്യാമ്പസിലേക്ക് ഒരുമിച്ച് കയറാണ്. ഞാനും നാജിയും ഫറൂഖിൽ ഒരുമിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിലെത്തി. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാം. ഇതാണ് ഇൻ്റർഫേസ്. അപ്പം ഇവിടെ സ്റ്റുഡൻസൊക്കെ അവർ പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പോലെ ഓണത്തിൻ്റെ പരിപാടി ഏതാണ്ട് കഴിയാനായി എന്ന് തോന്നുന്നു. എജു പോർട്ട് സ്റ്റുഡൻസിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം റിയലി അമേസിങ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ചില ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. എന്നാൽ പോലും ഞാനതൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാം കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അവാർഡ് സെറിമണിയും അതുപോലെ തന്നെ അജാസറ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് JEU പോലെ പരീക്ഷകൾ ക്രാക്ക് ചെയ്തുകൊണ്ട് പ്രീമിയം മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റുമൊക്കെ കയറിയിട്ടുള്ള വിദ്യാർത്ഥികളോട് അവിടുന്ന് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാനും സംസാരിച്ചിട്ടുണ്ടായി. ഞാൻ നന്നായി കുറേ സമയം സംസാരിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇവിടെ വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഷാഫി വർക്ക് ചെയ്തത് ഇവിടെയുള്ള അജ്മൽ ഷാഖു ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വർഷം നിങ്ങളുടെ പാരൻസിൻ്റെ സ്വപ്നമായിട്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഒരൊറ്റ വർഷം, ഇനി ഒരു വർഷമൊന്നുമില്ല, നിങ്ങളുടെ മുന്നിൽ 9 മാസം ഉണ്ട്. ആ 9 മാസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഷാഫി പറഞ്ഞു. ഹായ് എവരിവൺ, എൻ്റെ പേര് ഷാഫി. ഇപ്പോൾ കറൻ്റ്ലി NIT കാലിക്കറ്റിൽ അപ്പോൾ പോകുന്നത്. അതുപോലെ കണക്ടിവിറ്റി ഇപ്പോൾ NIT ഒക്കെ ആകുമ്പോൾ ഏറ്റവും ക്രീമായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്രീമിലേക്ക് എത്താൻ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കും. അവിടെയൊക്കെ എത്തിയാലും നമ്മുടെ റൂമിൽ ആന്ധ്രക്കാരുണ്ടാവും, UP-കാരുണ്ടാവും. എൻ്റെ റൂമിൽ UP-കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്ക് അവിടെയൊക്കെ പോകാനും എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ. പിന്നെ 420 ഏക്കറല്ലേ സാറിൻ്റെ ജൂനിയറാണ്, അപ്പോൾ സാറിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ 420 ഏക്കറിനോളായിട്ട് എല്ലാം ഗേൾസിനും ബോയ്സിനും ഒരേ പോണം. ഞാൻ പുള്ളി കയറിയിട്ടില്ല, കയറിയാ അറിയാവുന്ന അവസ്ഥ. IIT-കളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിലും അപ്പുറമായിരിക്കാറോ. അപ്പോൾ NIT-കളിലേക്ക് IIT-കളിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും പ്രീമിയം സെന്ററുകളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അവാർഡ് സെറിമണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം DJയും മറ്റുമൊക്കെ ആയിട്ട് നല്ല പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്തായാലും കളറായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഇറ്റ്സ് മീ ഷാഫി സൈനിങ് ഔട്ട്.